ഒരു സ്ലീപ്പിംഗ് ബില്ലാണ് ബ്രോ. ഇപ്പൊ കിടന്ന് ഉറങ്ങി, സെക്കൻഡ് ഫുള്ള് കിടന്ന് ഉറങ്ങി. സെക്കൻഡ് ഫുൾ കൊള്ളാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വർഷമാണ് ബ്രോ, എന്ത് പറയാനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബ്രോ, സത്യം പറയാമല്ലോ. ആയിട്ട് ഇങ്ങനത്തെ പടങ്ങളിൽ തലവയ്ക്കാതിരിക്കുന്നത് നല്ലത്. അതിന് ഹിസ്റ്റോറിക് പീരീഡ് അതിന് സത്യമായ ചേരത്തില്ല. ആ ഒരു നമ്മുടെ പ്രസൻസ് ചെയ്യുന്നത് മാത്രമേ കൊള്ളാൻ തോന്നിയിട്ടുള്ളൂ. ഇങ്ങനെ നമുക്ക് ഓവറോൾ എനിക്കൊരു ടൈറ്റിൽ കാർഡ് കൊള്ളായിരുന്നു ബ്രോ. ടൈറ്റിൽ കാർഡ് വൺ ഓഫ് ദ ബെസ്റ്റ്. നമുക്ക് ആണെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണ്. ബാക്കിയൊന്നും കാട്ടില്ല. നന്നായിരിക്കും. വായിച്ച് അത്രേ അടിപൊളി പോണം. ഒരു രക്ഷയില്ല, നല്ല സിനിമയാണ്, കിടിലമാണ്, എല്ലാരും കാണാൻ വരുക. അടിപൊളി, സൂപ്പർ പടം, പൊളി ചാടിക്ക്, അടിപൊളി പടം. ലാലേട്ടൻ കിടക്കിയിട്ടുണ്ട്, എല്ലാം നല്ല മാനമുള്ള നല്ലൊരു സിനിമ, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു ബോറടി ഇല്ലാത്ത നല്ല കണ്ടീഷൻ എടുത്തിട്ടുണ്ട്. നല്ലൊരു പടം, സൂപ്പർ, ഒരു രക്ഷയില്ല, കിടിലം എല്ലാം കൊണ്ടും. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കിടിലം, മൊത്തം തീർത്തെടുത്ത് കണ്ടിരിക്കേണ്ട പടം തന്നെ. എല്ലാ കോസ്റ്റ്യൂംസും ലാലേട്ടൻ തരും. സൂപ്പർ, ഒരു രക്ഷയില്ല. മൊത്തത്തിൽ ഒന്നും പറയാനില്ല, അഭിനയായാലും എല്ലാം കംപ്ലീറ്റ്ലി തീർത്തെടുത്തിട്ടുണ്ട് ഈ വർഷം. കിടിലം, ഒരു രക്ഷയില്ല. സൂപ്പർ, അടിപൊളി, കൊള്ളാം, കൊള്ളാം, നല്ല അടിപൊളി, കൊള്ളാം, നല്ല സിനിമ, സൂപ്പർ, കൊള്ളാം, കൊള്ളാം, നല്ല സിനിമ, കൊള്ളാം. ഇഷ്ടപ്പെട്ട കുഴപ്പമില്ല, നല്ല പടമല്ല. പടം ലാലേട്ടൻ അടിച്ച് പൊളിച്ചിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, അടിച്ച് പൊളിച്ചത് മൊത്തത്തിൽ അണ്ണ തൂക്കിയിട്ടുണ്ട്. 2026 സ്റ്റാർട്ട് ചെയ്യാൻ വെയിറ്റിംഗ് ആണ്. അണ്ണ പൊളിച്ചടിക്കും. പടം കൊള്ളാം, നല്ല പടം, തെലുങ്ക് പടം. നമ്മൾ വിചാരിച്ച അത്ര തന്നെ നല്ല പടം, അടിപൊളി പടം. ഫാമിലി ആയിട്ട് ഒരു രക്ഷയില്ല. ഓക്കെയാണ്, ഫാമിലി മസ്റ്റ് വാച്ചിങ്. ക്രിസ്മസ് ലാലേട്ടൻ തൂക്കി, അതേപോലെ പറയണത് വേറെ ഒന്നും പറയില്ല. ഈ ഡിസംബർ അല്ല, ഈ വർഷമേ തൂക്കി, അതേപോലെ പറയാനുള്ളത് വേറെ ഒന്നും പറയില്ല. പടം കൊള്ളാം, നല്ല പടം, സൂപ്പർ പടം. ഫാമിലി ഓഡിയൻസ് എന്തായാലും ഏറ്റെടുക്കും. നല്ല പടം, നല്ലൊരു വിഷ്വൽ എഫക്റ്റും നല്ലൊരു അഭിനയ കാഴ്ചയും ഒരു മകനും അച്ഛനും തമ്മിലുള്ള ഒരു ഫൈറ്റും നല്ലൊരു ഊർജ്ജം തരുന്നൊരു നല്ലൊരു കോൺസെപ്റ്റാണ്.